ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ 17, 14 വാർഡുകളിലുള്ളവർക്കായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. ഇങ്ങനെ ഇപ്പം നമുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. ഇല്ലേ, മഴ എല്ലാവർക്കും ഇഷ്ടമാണോ? കുറേ മഴ പെയ്യുമ്പോൾ നമ്മൾ ഒരേ നശിച്ച മഴ ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ അല്ലേ പുറത്തിറങ്ങാൻ വയ്യാമല്ലോ എന്ന് വിചാരിക്കും. മഴ മാറി കഠിനമായ വെയിൽ വരുമ്പോഴോ ഈ വെയിലൊന്ന് മാറി ഇച്ചിരി മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കൂലേ. അങ്ങനെ മനുഷ്യരുടെ മനസ്സ് ഒന്ന് വരുമ്പോൾ അടുത്തത് വേണമെന്ന് ആഗ്രഹിക്കൂലേ. അന്നേരം മഴ പെയ്യുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി മനത്തോട്ട് നോക്കിയിരുന്ന് മഴ ആസ്വദിക്കൂലേ. മഞ്ഞുതുള്ളികൾ പോലെ വരുന്ന വെള്ളം കാണാനൊക്കെ വലിയ സന്തോഷമില്ലേ. തുടർച്ചയായിട്ട് മഴ വരുമ്പോഴോ അതിൻ്റെ കൂടെ എന്തും കാണും, പകർച്ചവ്യാധികളായ രോഗങ്ങളും കാണും. ഇന്നത്തെ പത്രത്തിലും ഉണ്ട്. പഞ്ചായത്ത് അംഗം മണി പി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വർഗീസ് തരകൻ സ്വാഗതം പറഞ്ഞു. വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് കോവിഡ് രോഗം മൂലം അനേകർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗം വരാതെ എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ക്യാമ്പ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ ഡെങ്കു ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ശുദ്ധജല വെള്ളത്തിൽ തന്നെ കൊതുകുകൾ മുട്ടയിട്ട് ഡെങ്കുവിൻ്റെ ആരംഭം ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ പരിസമാപ്തി കുറിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണം ഇതിനുണ്ടാകണം. വിദ്യാധരൻ, ഉണ്ണികൃഷ്ണപിള്ള, കെ സി ദാസൻ, ഡോക്ടർ ഇന്ദു സി ശേഖർ, ഡോക്ടർ സ്നേഹ, സൂസൻ, ലതിക, എൽ സി തുടങ്ങിയവർ പങ്കെടുത്തു. സമയമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ നന്നായിട്ട് പ്രതിരോധിക്കാൻ പറ്റും. നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. പരിസരം വൃത്തിയാക്കുക. എല്ലാ പ്രാവശ്യവും അറിയാം. ഇപ്പോൾ ഡെങ്കു പലയിടത്തും റിപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നു. എങ്ങനെയാണ് ഡെങ്കു വരുന്നത്? കൊതിയിൽ നിന്നാണ് വരുന്നത് അല്ലേ. മഴക്കാലം ആകുമ്പം എല്ലായിടവും വെള്ളം കെട്ടിക്കിടക്കും. പിന്നെ ചിരട്ട വീട്ടിൽ ഇപ്പോൾ വലിച്ചെറിഞ്ഞിടും, അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും. പ്ലാസ്റ്റിക്കുകൾ കിടന്നാൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കും. അറിയാം. അപ്പോഴത്തേക്കും തന്നെ മരുന്നെടുക്കുക എന്നുവെച്ചാൽ നമുക്ക് ലക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് ഈ വയറിളക്കം, അതേപോലെ തന്നെ വയറിൽ ഇങ്ങനെ പിടുത്തം വരും, നല്ല പിടുത്തം, നല്ല പനി. അതേപോലെ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് വെള്ളത്തിനങ്ങ് ദാഹമായിരിക്കും, എന്നാൽ മൂത്രം നന്നായിട്ട് പോകത്തില്ല. കുറച്ച് മൂത്രം, ആ വെള്ളം കുടിക്കുന്നതിനനുസരിച്ചുള്ള മൂത്രം പോകത്തില്ല. അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.